തൃശൂർ അതിരപ്പള്ളിയിൽ തലയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. വിറ്റിലപ്പാറയിലെ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കിട്ടിയത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇത് ഈ കാട്ടാനയ്ക്കാണ് പ്രശ്നം. സൂരജ് സജി ചേരും നമുക്കൊപ്പം വിവരങ്ങളുമായി. സൂരജ്, പറയൂ. എസ്കെൻ, ഈ മുറിവേറ്റ കാട്ടാന കാട്ടിലാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ആന നാട്ടിൽ തന്നെ ഉണ്ടെന്ന നിർണായക ദൃശ്യങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 2 ദിവസമായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഈ ആന ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉച്ചയോടെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടായത് ഈ ആന ഉൾക്കാട്ടിലാണ്, വടമുറി എന്ന് പറയുന്ന ഭാഗത്ത് ആനയെ ട്രേസ് ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. പക്ഷേ ആ വാദം തള്ളിക്കൊണ്ട് ഇപ്പോൾ ആന ജനവാസ മേഖലയിൽ തുടരുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വെറ്റിലപ്പാറ 14-ലാണ് അല്പം മുമ്പ് ഈ ആന ഇറങ്ങിയത്. വെറ്റിലപ്പാറ 14-ൽ ആന നിലയുറപ്പിക്കുകയും ചെയ്തു. എസ്കെൻ, ഈ ആനയെ സംബന്ധിച്ച് ആനയുടെ മസ്തകത്തിലാണ് മുറിവേറ്റത്. അതുകൊണ്ട് തന്നെ ഈ മുറിവിൽ നിന്ന് പഴുപ്പ് അടക്കം ഒലിച്ചിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് പ്രത്യേക ആരോഗ്യ ദൗത്യ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പുള്ളത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുക. ഇന്നലെ ആനയെ ട്രേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിരുന്ന ദൗത്യ സംഘത്തിന് അതിരപ്പള്ളിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ആനയെ ട്രേസ് ചെയ്ത പശ്ചാത്തലത്തിൽ നാളെയോടുകൂടി ദൗത്യ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തും. കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാനാണ് നീക്കം. അതായത് കുങ്കിയാനകളെ എത്തിക്കും, അതിനുശേഷം ഈ ആനയെ മയക്കുവെടി വെക്കും. പക്ഷേ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്നുള്ളതല്ല ദൗത്യ സംഘത്തിന്റെ രീതി. പകരം ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ചതിന് ശേഷം ഈ ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ, അതായത് ആനയെ മയക്കി നിർത്തിയതിനു ശേഷം കുങ്കിയാനയുടെ പുറത്ത് കയറി അവിടെ ഈ ഡോക്ടർ എത്തുന്നു. അതിനുശേഷം ഈ മസ്തകത്തിലെ മുറിവടക്കം പരിശോധിക്കാനുള്ള ഒരു നീക്കമാണ്. അതിനുശേഷം ഈ ചികിത്സ ഉറപ്പാക്കി ആന്റിബയോട്ടിക്കും നൽകി ഈ ആനയെ വീണ്ടും കാട്ടിലേക്ക് മടക്കി അയക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ ദൗത്യ സംഘം ലക്ഷ്യം വെക്കുന്ന പദ്ധതി. നാളെയോടുകൂടി തന്നെ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുങ്കിയാനകളെ അതിരപ്പള്ളിയിൽ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ വയനാട് നിന്ന് ഈ കുങ്കിയാനകളുടെ സംഘം പുറപ്പെടുകയും ചെയ്യും. എന്തായാലും എസ്കെൻ, 2 ദിവസമായി വിവരമില്ലാതിരുന്ന ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ ഉണ്ട് എന്നതിന്റെ നിർണായക ദൃശ്യങ്ങളാണ് 24 പുറത്തുവിടുന്നത്. പക്ഷേ ആനയ്ക്ക് ശാരീരിക അവശതകളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആനയുടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിക്കുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ കടന്ന എസ്കെൻ. ഓക്കെ, താങ്ക് യു. നടപടികളും ഒക്കെ എളുപ്പം ഉണ്ടാകട്ടെ.